3. الفاتحة. إشان. الحمد لله رب العالمين. أعوذ بالله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين نعبدو പറയില്ലട്ടാ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഫാത്തിഹ തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ അറിയുന്ന ഒരു കൈപൊക്കെ, ഒരു തെറ്റുമില്ലാതെ. ഞാൻ കുറച്ച് തെറ്റുകൾ ആദ്യം പറഞ്ഞുതരാം. ബിസ്മിയിൽ ഒന്നും ഉണ്ടാവില്ല. അഊദു ബിസ്മി ഏറ്റവും സ്ലോലി ഓതണം. എന്നിട്ട് ഏറ്റവും സ്ലോലി മാക്സിമം ഏറ്റവും മെലേഡിയസ് ആയിട്ട് ഏറ്റവും സ്ലോ ആയിട്ട് ഓതാൻ പറ്റും, അങ്ങനെ ഓതുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ ഫാത്തിഹ ഓതുമ്പോൾ ആ സ്ലോയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ ഓതിപ്പോവും. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി എന്ന് പറയരുത്. അൽഹംദുലില്ലാഹി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഐൻ, ആലമീൻ നമുക്ക് കിട്ടാത്തൊരു വാക്കാണ് ഐൻ. ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ എന്താവില്ല, നിസ്കാരവും ശരിയാവില്ല. അല്ലെ? ഫാത്തിഹയുടെ മീനിങ് എല്ലാവർക്കും അറിയോ? ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഫാത്തിഹയുടെ മീനിങ് ഒന്ന് നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റ് ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഓർമ്മയുള്ള ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞേ. ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ, ഓർമ്മയുള്ള ഓരോ കാര്യങ്ങൾ. ഷെസാന് പറഞ്ഞു. അങ്ങനെ മറ്റേ വല്ലം മങ്കി അതെല്ലാം പറഞ്ഞക്ക്. അതായത് നമ്മുടെ ആദം അലൈഹിസ്സലാമിനെ പറ്റി, അഥവാ നമ്മുടെ വല്യപ്പാനെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞത്. മങ്കി എന്നുള്ള കൺസെപ്റ്റ് ശരിയല്ല, അത് തെറ്റാണ് എന്നും, ശരി എന്താണ്, റിയൽ മനുഷ്യൻ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്, അതും ഈ വേൾഡിലല്ല, ഈ വേൾഡിന്റെ പുറമേ ഉള്ള ഒരു ലോകത്താണ് എന്നും. അല്ലെ? ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? നമ്മൾ എങ്ങനെയാ വന്നത്? അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ എങ്ങനെയാ ഉണ്ടായത്. അല്ലെ? ഉമ്മയും ഉപ്പയും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ ഉമ്മാനെ കാണാൻ പോയ കഥയും ഒക്കെ, അതൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി. ഉപ്പാനോട് പറഞ്ഞ രസമായിട്ട് പറഞ്ഞുതരും, കാണാൻ പോയ കഥയൊക്കെ. ഉമ്മാനെ കാണാൻ പോയ കഥ. അങ്ങനെ കാണാൻ പോയി. അങ്ങനെ പിന്നെ അവര് വിവാഹം കഴിച്ച ശേഷമാണ് നമ്മൾ ഉണ്ടാവുന്നത്. അതിന്റെ ഡ്യൂറേഷൻ തന്നെ എത്ര മാസം വയറ്റിൽ കിടന്നത്, അതൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ? അല്ലെ? അതിനുശേഷം 2 രീതിയിൽ നമ്മൾ പുറത്തേക്ക് വന്നു. എങ്ങനെ? ഒന്ന്, നോർമൽ ആയിട്ടുള്ള ഡെലിവറി, പുറമെ സാധാരണ പോലെ ഡെലിവറി ചെയ്ത് പുറത്തേക്ക് വന്നു. രണ്ടാമത്തേത് എങ്ങനെയാണ്? കീറി മുറിച്ച് എടുത്ത് കൊണ്ടുവന്നു, പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇട്ടു എന്ന് പറയായിരിക്കും അതിന്റെ വേറൊരു വശം. അല്ലെ? അങ്ങനെ കൊണ്ടുവന്നവരും ആണ് നമ്മളുള്ളത്. ഓക്കെ, ഒരു വർഷമാണ്, 1 ഇയർ ആണ് മാക്സിമം. 1 ഇയർ ഇല്ല, 10 മന്തിന്റെ ഉള്ളിലായിട്ടേ നമ്മൾ നിന്നിട്ടുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ ഒരു കുട്ടി. പിന്നെ എല്ലാറ്റിനും സമയമുണ്ട്. കോഴി മുടയിട്ട് ഇരിക്കുന്ന, അടയിരിക്കുന്ന കണ്ടവര് കൈവക്ക്. കോഴി മുടയിട്ടിട്ട് അതിന്റെ മേലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതുപോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അത് വിരിയാനുള്ള സമയമുണ്ട്, ചെടികൾക്കുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ നാച്ചുറൽ, പ്രകൃതിക്ക് എല്ലാ കാര്യത്തിലും അതിന്റെ ടൈം ഉണ്ട്. അതുപോലെ നമുക്കൊരു ടൈം ഉണ്ട്. അല്ലെ? നമ്മൾ പുറത്തേക്ക് വന്ന ഉടനെ പിന്നെ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു വയറുണ്ടാവും, അത് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഫ്രീ ആയി, ഉമ്മാന്റെ അടുത്ത് നിന്ന് ഫ്രീ ആയി. ഓക്കെ, ഈ ഒരു 10 മന്ത്സ് നമ്മള് ഫസ്റ്റ് മന്ത് തന്നെ നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടാവും, എത്ര വലുപ്പം ഉണ്ടാവും? നിങ്ങൾ ജനിക്കുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു? അറിയുന്ന ഒരു കൈബുക്ക്. 10 കിലോ, 20 കിലോ, 20, 25? നാനയാ. 2.5 കിലോ ഞാൻ ഉണ്ടായിരുന്നു. നീ 2.5 കിലോ ഉണ്ടായിരുന്നു. ഷെസാന് 1.7. 3.7. ഓ, റെക്കോർഡാണല്ലോ. അല്ലെ? ഏറ്റവും
നല്ല വെയിറ്റിലാണ്. അയാന് 3,300. 3,300. 3 above എന്നൊക്കെ പറഞ്ഞാല് നല്ല തീറ്റയായിരിക്കും ഉള്ളുന്നേ അല്ലെ? അപ്പൊ ഉള്ളുന്ന് എങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക? ഇൻസൈഡിന്ന് ഫുഡ് എങ്ങനെയാ? അപ്പൊ ഇവിടുന്ന് നിങ്ങൾ ഇങ്ങനെ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട്. അഷ്ഫാഖ്, മുഹമ്മദ് ഷെഹസാദ്, ഫാത്തിമ, സിയ ഫാത്തിമ ഒക്കെ വീഡിയോ ഓൺ ചെയ്യേ, അല്ലാതെ റേസ് ചെയ്യല്ലേ കേട്ടാ. ഈ സൂം റേസ് ചെയ്യണ്ട കേട്ടോ. ഇന്നലെയും പറഞ്ഞിരുന്നു സൂം റേസ് ചെയ്യുന്ന ഭയങ്കര പിന്നെന്താണ്, നിങ്ങൾ കൈ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചാൽ മതി കേട്ടാ. ഓക്കെ. എന്തായിരുന്നു നമ്മൾ എങ്ങനെയാ ഫുഡ് കഴിച്ചത്? റയ്യാൻ തൗഫീഖ് പറഞ്ഞോ. നീ മൈക്ക് ഞാൻ ഓൺ ചെയ്തു. റയ്യാൻ തൗഫീഖ് എങ്ങനെയാ ഫുഡ് കഴിച്ചത്? അയാൻ അപ്പൊ ഉമ്മ തിന്നുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് ആ പൈപ്പ് ലൈൻ വഴി നമുക്ക് കിട്ടും. പൈപ്പ് ലൈൻ, അതാണ് പോയിന്റ്. ഒരു പൈപ്പ് ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ആ പൈപ്പ് ലൈൻ വഴി ഇപ്പൊ അങ്ങനെ പൈപ്പ് ലൈൻ ഉണ്ട്, നല്ല സൗകര്യമായിരുന്നു. ഇങ്ങനെ വായിലിട്ട് ചമക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? നേരെ വയറ്റിലേക്ക് കണക്ഷൻ ഉള്ള ഒരു വയർ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലായിരുന്നു എന്ന് വിചാരിക്കാം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു വയറ്റിന്റെ ഉള്ളിൽ നമ്മളൊരു 10 months നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചു അല്ലെ? അതായത് ഉമ്മ കഴിക്കുന്ന ഫുഡ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഓക്സിജന്റെ ആവശ്യമുണ്ടോ വയറ്റിന്റെ ഉള്ളില്? പുറത്തേക്ക് 10 monthsന്റെ ഉള്ളില് അവിടെ ഉള്ളില് നമ്മൾ ഇപ്പൊ പറഞ്ഞില്ല, നിങ്ങൾ 3 kg ഉണ്ടായിരുന്നു. എത്ര കിലോ ജനിക്കുമ്പോ നിങ്ങൾ എത്ര കിലോ ഉണ്ടായിരുന്നു അറിയുന്നവരൊക്കെ ഇങ്ങനെ കൈ കാണിച്ചേ. നിങ്ങളുടെ വെയിറ്റ് അറിയുന്നവര്. ആർക്കും അറിയില്ല വെയിറ്റ്? പാരന്റ്സിനോട് ചോദിച്ചാൽ അറിയാലോ നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അല്ലെ? ഇത്രയും പേർക്ക് അറിയാം. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. നിങ്ങള് മൈക്രോസ്കോപ്പ് കണ്ടവരൊക്കെ കൈപൊക്ക്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം കണ്ടവര് കൈപൊക്ക്. കണ്ടവര്. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ഇനി അതിലൂടെ നോക്കിയവര്, അതിലൂടെ ഇങ്ങനെ ഒരു കണ്ണ് വെച്ചിട്ട് ഒരു കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയവര് കൈപൊക്ക്. ശരി, ജാസിലെ നീ എവിടുന്നാ നോക്കിയത്? സ്കൂളിൽ സാറ് എന്താ നോക്കിയത്? ചളിവെള്ളം. എന്നിട്ട് എന്താ കണ്ടത്? കൊറേ ബ്രൗൺ കുത്തോള്. കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അതായത് നമ്മൾ കണ്ണോണ്ട് കാണാത്ത പലതും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? മൈക്രോസ്കോപ്പിലൂടെ നോക്കിയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ കണ്ണോണ്ട് കാണാത്ത പലതും ഇവിടെ ഉണ്ട് ഇല്ലേ? ഇപ്പൊ നിങ്ങളുടെ തൊട്ടടുത്ത് ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും മലക്കുകളില്ലേ? അവരെ നമ്മൾ കാണുമോ? നമ്മൾ നോക്കിയാലൊന്നും കാണുന്നില്ല, പക്ഷെ അവരുണ്ട്. അത് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? മലക്കുകൾ കാണാൻ പറ്റുമോ മൈക്രോസ്കോപ്പ് വെച്ചിട്ട്? അതുമില്ല, പക്ഷെ അവരുണ്ട്. അതുപോലെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന അത്ര വലുപ്പമായിരുന്നു ആർക്കൊക്കെ? നമ്മൾക്ക് എല്ലാവർക്കും. റൈറ്റ്? ഫസ്റ്റ് അതായിരുന്നു. പിന്നെയാണ് ഈ 2 കിലോയിലേക്കൊക്കെ വരുന്നത്. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി വലുതാവുക ചെയ്യാം. വയറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ വലുതായി. കടുക് കണ്ടിട്ടുണ്ടോ? കടുക്, ചെറിയ കറുത്ത കടുക്, അത്ര വലുപ്പമാവും നമ്മൾ. പിന്നെ അതിങ്ങനെ വലുതായി ഒരു ക്രിക്കറ്റ് ബോൾ ആവും. പിന്നെ ഇങ്ങനെ വലുതായി തേങ്ങയുടെ വലുപ്പം, ഒരു ഫുട്ബോളിന്റെ വലുപ്പത്തിലേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് അതിന് കാലും കഴിയൊക്കെ വന്ന് തല ആദ്യം ഉണ്ടാവുന്നത് അല്ലെ? എന്നിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ ഗ്രാജുവലി വലുതാവുന്നത് ഈ വയറ്റിന്റെ ഉള്ളിലാണ്. അപ്പോഴാണ് ഉമ്മന്റെ വയറും വലുതായി വരുന്നത്. ഓക്കെ, നിങ്ങൾ നേന്ത്രപ്പഴം കണ്ടിട്ടുണ്ടോ? ബനാന കണ്ടിട്ടുണ്ടോ? റോബസ്റ്റ് പഴം കണ്ടിട്ടുണ്ടോ? അതൊക്കെ കഴിച്ചിട്ടില്ലേ? ഓക്കെ, ഈ നേന്ത്രപ്പഴം നല്ല വലുപ്പമുള്ളതുണ്ടോ? ഇത് നിങ്ങൾ എത്ര എണ്ണം തിന്നാൻ പറ്റും? ഒറ്റ ഇരിപ്പിൽ നിങ്ങൾ എത്ര എണ്ണം തിന്നും? ഇങ്ങനെ കാണിച്ചാൽ മതി, വിരലിലോണ്ട് കാണിച്ചാൽ മതി. 5? 5 നിങ്ങൾ കഴിക്കൂല. അയാൻ 5 എണ്ണോ? ചെറിയ പഴമല്ല, മൈസൂർ പഴം ചെറുതല്ല പറഞ്ഞത്, വലുത്. എത്ര എണ്ണം തിന്നും? 4 എണ്ണ? നീയാ? വെറുതെ പറയുന്നത്. ഞാൻ റോബസ്റ്റിനെ പറ്റി അല്ല പറയുന്നത്, നേന്ത്രപ്പഴത്തിനെ പറ്റിയാണ് കേട്ടാ. ഓക്കെ, അപ്പോ 2 നിങ്ങളുടെ ഒരു മാക്സിമം. 3 തിന്നാൽ നിങ്ങൾ അവിടെ ഇരുന്ന് പോകും അല്ലെ? നിങ്ങൾ പറയും എനിക്ക് അവിടെ കിടക്കണം എന്ന് പറയും അല്ലെ? എന്ന് വെച്ചാല് ഒരു
ഒരു 3-4 നേന്ത്രപ്പഴം വെച്ചാലായിരിക്കും ഒരു 500 ഗ്രാം വരിക. 3 കിലോ ഉള്ള നമ്മുടെ ആര് ഷെഹസാദ്, 3 കിലോ പറഞ്ഞിട്ടില്ലേ? 3 കിലോ വയറ്റിന്റെ ഉള്ളിൽ വെയിറ്റ് വന്നാൽ ഉമ്മ എത്രത്തോളം വെയിറ്റ് എടുത്തിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കൂ അല്ലേ? അത് ഒരു ദിവസമാണോ? കുറച്ച് നേരത്തേക്ക് 1-2-3 നേന്ത്രപ്പഴം കഴിച്ചാല്, അതുമല്ല നോമ്പിന് തന്നെ ഇഫ്താർ സമയത്ത് വെട്ടി വിഴുങ്ങുന്ന ആളുകളുണ്ടോ? വെട്ടി വിഴുങ്ങാൻ ഒരു പ്രയോഗമാണത്. അറ്റാക്ക് ചെയ്തിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് തിന്നുന്ന ശീലമുള്ളവരുണ്ടോ? അൺകൺട്രോൾഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ടോ? വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ് നിറയെ ബലൂണ് പോലെ വയറ് വീർപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. ഓക്കെ, അങ്ങനെ പാടില്ല. അത് അസുഖം ഉണ്ടാക്കും, ഇസ്ലാമികമായിട്ട് ശരിയല്ല. നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോമ്പിന്റെ ഫുഡ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. നോമ്പ് കാലത്ത് നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഭക്ഷണത്തെ പറ്റി കുറച്ചു നേരം പറയാണ്. UAE-യിലും മറ്റു രാജ്യത്തുള്ള ഖത്തറിലൊക്കെ ഉള്ള കുട്ടികൾ ഇതിലുണ്ട്. അവരാരും നോമ്പ് തുറന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ചു നേരം ഭക്ഷണത്തെ പറ്റി പറയാണ്. പക്ഷെ നിങ്ങൾക്കും കൂടെ അതിന് പ്രയോജനമുണ്ട്. ഓക്കെ, അവിടെ നാട്ടിലുള്ളവരൊക്കെ നോമ്പ് തുറന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഇപ്പൊ നോമ്പ് തുറന്നവരല്ലേ നിങ്ങൾ? ഫ്രൂട്ട്സ് കഴിച്ച് നോമ്പ് തുറന്നവരൊക്കെ കൈവക്ക്. നോർമലി ഫ്രൂട്ട്സ് ആണ് കഴിക്കുക അല്ലെ? ഡേറ്റ്സ്, ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറന്നവര് ഫസ്റ്റ് അല്ലെ? അതാണ് സുന്നത്ത് അല്ലെ? ഈ ഡേറ്റ്സ് ആണ് ആദ്യം നമ്മൾ കഴിക്കുക, ഒരു ചെറിയ പീസ് കഴിച്ചിട്ട്. ഓക്കെ, നമുക്ക് പിന്നെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനും ഹലാലും തൊയ്യബുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും ഖുറാനിൽ അള്ളാഹ് പറഞ്ഞതാണ്. ഓക്കെ, ഒരു ചോദ്യം, കളവ് പറയരുത്. കളവ് നിങ്ങൾ പറയില്ല എന്ന് വിചാരിക്കുക. ഇന്ന് ഇഫ്താറിന് നോമ്പ് തുറന്ന കുട്ടികള് ബിസ്മി ചൊല്ലി തുറന്ന എത്ര പേരുണ്ട്? ചിലരൊന്നും കൈവക്കുന്നില്ല, കണ്ടില്ലേ? അത്രയും തിരക്കിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് തിന്നാൻ നിൽക്കും, ബിസ്മി ചൊല്ലാനൊക്കെ മറന്നു പോകും. ഓക്കെ, ഗുഡ്, ഹാൻഡ്സ് ഡൗൺ. ബിസ്മി ചൊല്ലിയിട്ട് ഇഫ്താറിന് നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങണം. റൈറ്റ്? വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. കാണുന്നില്ല, നിങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്ക്. എന്നാലേ ഈ ഇതിൽ റെക്കോർഡിലും നിങ്ങൾ വരുള്ളൂ. നാളെ ഇത് യൂട്യൂബിലേക്ക് ചെയ്യും, അപ്പൊ എല്ലാവരും കാണും. അപ്പൊ നിങ്ങളെവിടെയും ചോദിക്കും നിങ്ങളുടെ പാരൻസ്, അപ്പൊ നിങ്ങളവിടെ വീഡിയോ ഓഫാക്കി ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. റൈറ്റ്? അപ്പൊ അങ്ങനെ പാടില്ല. എല്ലാവരും വീഡിയോയിൽ ലൈവായിട്ട് പോവാം. ഓക്കെ, അപ്പോ നല്ല ഭക്ഷണം കഴിക്കുക. ഭക്ഷണം വേറെ വേറെ സമയത്ത് കഴിക്കുക. മാരിബിന് ബാങ്ക് കൊടുത്ത ഉടനെ ഒറ്റ തീറ്റ തിന്നാതെ, ഇപ്പൊ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് വന്നവരൊക്കെ കൈവക്കുക. ഞാൻ അങ്ങനെ വന്നിരിക്കണം, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തറാവി നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞിട്ടൊക്കെ ഭക്ഷണം കഴിക്കും. ഗുഡ്, ഇതാണ് ഏറ്റവും നല്ല ഫുഡ് സിസ്റ്റം കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുക ബസ്. എന്നിട്ട് ഇശ കഴിഞ്ഞിട്ടോ തറാവീഹ് കഴിഞ്ഞിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, ബാക്കി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് വീണ്ടും പിന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പ് വേണമെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് കിടക്കാം. പിന്നെ സുബൈക്ക് എണീറ്റിട്ട് അതൊക്കെ കുറച്ച് ഒന്നിച്ച് ഒരുപാട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ബ്രഷ് ചെയ്തവരൊക്കെ കൈപൊക്കി. നോമ്പിന് ബ്രഷ് ചെയ്യാൻ മറക്കും ചിലരൊക്കെ അല്ലേ? രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇന്നിപ്പോ ഫുഡ് കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്തോ? ഇല്ലല്ലോ. ഓക്കെ, രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ്, ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ബ്രഷ് ചെയ്തവരൊക്കെ കൈപൊക്ക്. അത്തുഹൂറു ഷത്രുൽ ഈമാൻ. ഗുഡ്, ഹാൻഡ്സ് ഡൗൺ. ശുദ്ധി വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ അത്തുഹൂറു ഷത്രുൽ ഈമാൻ, ഏറ്റവും നല്ല വൃത്തിയുള്ളവരെ ഈമാനുള്ളവരും വൃത്തിയുള്ളവരുമാണ് അല്ലെ? വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് വൃത്തി ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് കുളിച്ചവര് കൈപൊക്ക്. ഞായറാഴ്ച കുളിക്കാൻ പറഞ്ഞ ഇന്ന് ഞായറാഴ്ച അല്ലേ എന്നാ ചോദിക്കുക അല്ലെ? കുട്ടികൾ ചോദിക്കുക ഞായറാഴ്ച അല്ലേ എന്ന്. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് സ്കൂളില്ലല്ലോ എന്ന്. അങ്ങനെയല്ലല്ലോ, എല്ലാ ദിവസവും കുളിക്കണല്ലോ. മാഷാ അല്ലാ, എല്ലാവരും കുളിച്ചിട്ടുണ്ട്. ജയ്യാനെ, വെള്ളം അങ്ങനെ കുടിക്കരുത് കേട്ടാ. കുറച്ച് കേട്ടാ. ഓക്കെ ഓക്കെ, ഇന്ന് 2 പ്രാവശ്യം കുളിച്ചവര്, ട്വൈസ് 2 പ്രാവശ്യം കുളിച്ചവര്. ഓ മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ വൃത്തിയുള്ളവർ തന്നെയാണ് അല്ലേ? വിരലിങ്ങനെ ക്യാമറയുടെ അടുത്തേക്ക് വെച്ചേ.
എന്നിട്ട് തിരിച്ചു വെച്ച് നഖം നോക്കാനാ, നഖത്തിന്റെ വലുപ്പം എത്ര ഉണ്ട് എന്ന് ഇങ്ങനെ അറ്റം. നഖം വെട്ടിയവരാരൊക്കെ വെട്ടാത്തവരാരൊക്കെയാന്ന് മാന്തി നോക്കിയാൽ അറിയാന്നാ. ഒരാൾ കടിക്കണ ഇപ്പൊ തന്നെ കടിച്ച് വേഗം അതൊന്നും ചെയ്യണ്ട. ഓക്കെ, ഡൗൺ. കടിക്കുന്നത് നല്ലതുമല്ല, അതിലുള്ള ചിലൊക്കെ വയറ്റിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഡൗൺ. ഓക്കെ, ഇപ്പോ 2 നോമ്പ് നോറ്റവര് 2 കാണിക്ക്, 3 നോറ്റവര് 3 കാണിക്ക്, 4 ആരും ഉണ്ടാവോ? 4 ഉണ്ടാവില്ല, 4 ആയിട്ടില്ലല്ലോ. ഓക്കെ, പുറത്തുള്ള നാട്ടുകാരൊക്കെ 3 ആയിട്ടുണ്ടാവും. ഈ 4ാമത്തെ രാത്രിയിലാണ് അവരുള്ളത്. റൈറ്റ്. അപ്പൊ 2 തറാവീഹ് കഴിഞ്ഞില്ലേ നാട്ടില്, അല്ലേ? 2 തറാവീഹും മുഴുവൻ നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് പള്ളിയിൽ പോയിട്ട്? മാഷാ അല്ലാ. ഇന്ന് സുബഹിന് പള്ളിയിൽ പോയവരൊക്കെ കൈവക്ക്. സുബഹിന് പള്ളിയിൽ പോയവര്, നിസ്കരിച്ചവരല്ല. പേര് പറയട്ടെ. മിയാസ്, അല്ലേ? മിയാസ് സുബഹിന് പള്ളി പോയാ? യെസ്. റിസ്വാൻ പോയാ? യെസ്. മാഷാ അല്ലാ. ദെൻ ഷഹ്സാദ്, റിസാൽ, അയാന് പോയാ? മാഷാ അല്ലാ. റിസാല് പോയാ? ഓക്കെ. സുബഹിന് പള്ളിയിലെത്തുക എന്നുള്ളത്, കാരണം എന്തായാലും നിങ്ങൾ പറ്റും, നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്. കാരണം എന്തായാലും ഫുഡ് കഴിക്കാൻ എണീക്കണം, അല്ലേ? എന്നിട്ട് ഫുഡ് കഴിക്കാൻ എണീറ്റിട്ട് പിന്നെ സുബൈ ബാങ്ക് വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്താ പോയിട്ട് കിടക്കുക. ആ സമയത്ത് നിങ്ങൾ സൂമിൽ വന്നോ. ആ സമയത്ത് ഇവിടെ ക്ലാസ് ഉണ്ട്, 5 മണിക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് വന്നിട്ട് പഠിക്കുകയും ചെയ്യാം. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇതാണ് ഫുഡ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ നന്നായിട്ട് ഭക്ഷണം നല്ലപോലെ കഴിക്കുക, ഹലാലായതും. ഓക്കെ. പിന്നെ ഈ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതാണ് നോമ്പ് കാലത്ത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള ക്ലാസ്സുകളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നോമ്പ് കാലത്ത് നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഇന്ന ഫുഡ് കഴിക്കരുത്, നല്ലതല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടോ? നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈപോക്ക്, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ. എനി ഇൻഫർമേഷൻ? ജാന, എന്താടാ? എന്താ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വെറുതെ കൈവക്കാണ് അല്ലേ? ആ, ഇഷാന്? നല്ല എരിയുള്ളത്, ജങ്ക് ഫുഡ്, നല്ല പുളിയുള്ള ഫുഡ്, അങ്ങനത്തെ. അത് നോർമലി നമ്മൾ തിന്നാൻ പാടില്ലാത്ത സാധനങ്ങളിൽ പെട്ടതാണ് അതൊക്കെ, അല്ലേ? നല്ല എരിവുള്ളത്, ഇത്ര സ്പൈസി ആയിട്ടുള്ള. ഇപ്പം ഈ അറബ് ഫുഡ് കൾച്ചർ നിങ്ങൾ ഷവർമ കഴിച്ചിട്ടില്ലേ? ഷവർമേനെ സ്പൈസിയർ നമ്മൾ വേറെ ഉണ്ടാവും. ഈ ഷവർമ ആവട്ടെ, ഈ ഷവായ അല്ലേ, ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കറങ്ങുന്ന, അല്ലേ? ഇതിലൊന്നും സ്പൈസി ഇല്ല. ഗൾഫിലെ ഫുഡ്, അറബ് ഫുഡ് എടുക്കുകയാണെങ്കിൽ ഇതിലൊന്നും സ്പൈസി ആയിട്ടുള്ളത് കുറവായിരിക്കും. ഓക്കെ, സ്പൈസി ആയിട്ടുള്ളത് നമുക്ക് ശരിക്കും കേടാണ്, നല്ലതുമല്ല. ഓക്കെ. വെള്ളം ഇന്ന് എത്ര ഗ്ലാസ് കുടിച്ചു? വിരലിങ്ങനെ വെച്ച് പറഞ്ഞേ. 1 2 3. ഇന്നലെ നോമ്പ് തുറക്കാത്തവർ ഇന്നലത്തെ പറഞ്ഞാലും മതി, അല്ലേ? മാക്സിമം വെള്ളം കുടിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല ചൂടുകാലമാണ്, പ്രത്യേകിച്ച് നാട്ടിലും വിദേശത്തൊക്കെ ചൂടുകാലം. നന്നായിട്ട് വെള്ളവും കുടിക്കണം. റൈറ്റ്. വൃത്തിയുടെ കാര്യം പറഞ്ഞു, നഖം വെട്ടുന്ന കാര്യം പറഞ്ഞു, കുളിക്കുന്ന കാര്യം പറഞ്ഞു, അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പിന്നെ നമ്മുടെ കാര്യം പറയാം. ഈ നമ്മൾ ജനിച്ച് പുറത്തേക്ക് എത്തിയിട്ട് പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്, പുറത്തെത്തിയ ഉടനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ജനിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയാൽ ഉടനെ നമ്മൾ എന്താണ് ചെയ്യുക? റാസി, കളിക്കാൻ നമ്മള് കരയും. കരയും, അല്ലേ? ആരാ ഒരാൾ കരഞ്ഞേ? ജനിച്ച കുട്ടിയുടെ കരച്ചിൽ ഒരാൾ കരഞ്ഞിട്ട് ഡെമോ കാണിച്ചേ. ആരാ കാണിക്കുക? മിമിക്രി, മോണോ ആക്ട്, മഹ്ഫൂസ്. ഇത് ഏത് കുട്ടി ഇങ്ങനെ ഉണ്ടാവോ? അത് പശു കരയുന്ന പോലെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല കുട്ടികൾ ജനിച്ച ഉടനെ കരയുക. ആർക്കാ കാണിക്കാൻ പറ്റുക? അമ്മന് വീഡിയോ ഓൺ ആക്കിയിട്ട് കാണിക്കണം. ആർക്കാ പറ്റുക? കൈ കാണിക്ക്. ജൗഹറ, എന്താണ്? അങ്ങനെയൊന്നും കുട്ടികൾ കരയില്ല.
അമ്മനെ എന്റെ കരച്ചിലായിട്ടാരൊന്നും വിചാരിക്കരുത്. ആരൊന്നും വിചാരിക്കൊന്നുമില്ല. എന്റെ ഒറിജിനൽ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. സൗണ്ട് വന്നില്ല. ചിരിയാടാ. ജനിച്ചു കഴിഞ്ഞാൽ ചിരിക്കുക ചെയ്യാ കുട്ടികള്. ഏതെങ്കിലും കുട്ടി ജനിച്ച ഉടനെ ചിരിക്കുവോ? ചിരിച്ചിട്ട് പുറത്തേക്ക് വരുമോ? അതൊന്നുമില്ല. കരയാണ് ചെയ്യുക അല്ലെ? ആ കരച്ചിലാണ്, ആ കരയുന്ന കേട്ടിട്ടാണ് ഉമ്മ ചിരിക്കുക. ആ കരച്ചിൽ കേട്ടിട്ടാണ് നിങ്ങളുടെ ഉപ്പ ചിരിക്കുക. നിങ്ങളുടെ ഉപ്പ ആ സമയത്ത് എവിടെയായിരുന്നു? നിങ്ങൾ ജനിച്ച സമയത്ത് അറിയുന്ന ഒരു കൈപോക്ക്. നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ ഉപ്പ എവിടെയായിരുന്നു? അറിയുന്ന ഒരു കൈപോക്ക്. സേറ. ഞാൻ ജനിച്ചപ്പോ ദുബൈയിലുണ്ടായിരുന്നു. ജനിച്ചപ്പോ ദുബായിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അഷ്ഫാഖ് ജനിച്ചപ്പോ ഉപ്പ എവിടെയാ? ലാബ് റൂമിന്റെ പുറത്ത്. ലേബർ റൂമിന്റെ പുറത്ത്, അതായത് ഹോസ്പിറ്റലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അതാ വരുന്നു എന്റെ പ്രിയപ്പെട്ട മോൻ, എന്റെ മോൾ ഇതാ വരുന്നു. അയാന് ഹോസ്പിറ്റലില്, ജാസില് ഗൾഫില്. അപ്പോ ജനിച്ച് പുറത്ത് വന്ന ഉപ്പനെ കണ്ടിട്ടില്ല അല്ലെ ജാസില്? ഓക്കെ. അങ്ങനെ ഉപ്പ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് നേഴ്സ് ലേബർ റൂം കാണാൻ പോയവരൊക്കെ കൈപൊക്കി. ഹോസ്പിറ്റലിൽ വേറെ കുട്ടീനെ കാണാനൊക്കെ പോയിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോയവർ കൈപൊക്കി. ബേബിനെ കാണാൻ പോയവരൊക്കെ. ഓക്കെ. അവിടെ പോയി ലേബർ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഡെലിവറി നടക്കുന്ന സ്ഥലം പോയിട്ട് കണ്ടിട്ടുണ്ടോ? അതിന്റെ ഉള്ളിലല്ല, പുറമെ ആ ഡോറിന്റെ ഏരിയയിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ ഉണ്ടാവും നിങ്ങളുടെ ഉപ്പ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അവിടെയാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വന്നിട്ട് ചോദിക്കും ഇന്ന ആളുടെ ഹസ്ബൻഡ് ആരാന്ന് ചോദിക്കും. എന്നിട്ട് കുട്ടീനെ നിങ്ങളെ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കും. അതിന്റെ മുമ്പ് ഒരു പരിപാടി ഉണ്ട് ലേബർ റൂമിന്റെ അകത്ത് വെച്ചിട്ട്. നിങ്ങളെ കേബിൾ കട്ട് ചെയ്തിട്ട്, ആ പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് കുട്ടീനെ എടുക്കുമ്പോൾ ബോഡിയിൽ മൊത്തം ബ്ലഡ് ഉണ്ടാവും അല്ലെ? ബ്ലഡും പിന്നെ ഒരു ലിക്വിഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കണ്ടേ അല്ലെ? ആരാണ് നിങ്ങളെ കുളിപ്പിച്ചതെന്ന് അറിയുന്ന ഒരു കൈപൊക്ക്. നിങ്ങൾ ആദ്യമായിട്ട് ഈ വേൾഡിൽ വന്നപ്പോൾ ഫസ്റ്റ് നിങ്ങളെ കുളിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? പറഞ്ഞേ ഷാമിൽ. നേഴ്സാണ്. ഏത് നേഴ്സാന്ന് അറിയുന്ന ഒരു കൈപൊക്ക്. നിങ്ങൾ ആദ്യമായിട്ട് കുളിപ്പിച്ച നേഴ്സിന്റെ പേര് അറിയുന്ന ഒരു കൈപൊക്ക്. കണ്ട ഒരു കൈപൊക്ക്. നിങ്ങൾക്കിപ്പം കണ്ട ഓർമ്മ ഉണ്ടാവോ? അന്നക്കോ ഓർമ്മ ഉണ്ടോ? എന്താ പേര്? എങ്ങനെ നിനക്ക് മനസ്സിലായത് അവരെ കുളിപ്പിച്ചത്? ഞാൻ ഉമ്മാനോട് ചോദിച്ചു. ആണോ? ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കുളിപ്പിക്കലുണ്ടാവും. നമ്മൾ എടുത്തിട്ട് ആദ്യമായിട്ട് കുളിപ്പിച്ച് നല്ലൊരു ഡ്രസ്സിലൊക്കെ ഇട്ട് നമുക്ക് തരും. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കണം. നമ്മൾ ഫസ്റ്റ് എന്താ കഴിക്കുക? ചിക്കൻ, മട്ടൺ, ബ്രോസ്റ്റ് എന്താ കഴിക്കുക? ഫസ്റ്റ് എന്താ കഴിക്കുക പുറത്തേക്ക് വന്ന ഉടനെ? റാജി. പാല് കുടിക്കും. ഇത്രയും കാലം പിന്നെ ഇത്തിക്കണ്ണി പോലെ, ഇത്തിക്കണ്ണി എന്നതിന് പറയാ, ഈ മാവുമ്മലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട് അല്ലെ? മാവിന്റെ പാർട്ടല്ല, എന്നാലാവട്ടെ മാവിൽ വളരുന്ന ഒരു ചെടിയുണ്ട്. അതുപോലെ ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൈപ്പ് ലൈൻ ഇട്ടിട്ട് ഉമ്മന്റെ മുഴുവൻ ഹെൽത്തും നമ്മൾ വലിച്ചൂറ്റിയെടുത്ത് നമ്മൾ പുറത്ത് വന്നിട്ട് വീണ്ടും നമുക്കിനി എന്താ വേണ്ടത്? ഉമ്മാന്റെ പാല് വേണം അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ കരച്ചിൽ എങ്ങനത്തെ കരച്ചിലായിരിക്കും? ഒരു വീട്ടിലൊരു കുട്ടി കരയാൻ നിന്നാൽ പിന്നെ ആ വീട്ടിൽ വേറൊരാൾക്കും ഒരു സൗകര്യം ഉണ്ടാവില്ല. അത്രയും വലിയ കരച്ചിലായിരിക്കും കരയുക പാല് കിട്ടിയില്ലെങ്കിൽ അല്ലെ? പാല് കിട്ടിയാലോ പിന്നെ എന്താ മൂപ്പര മെയിൻ പരിപാടി? നിങ്ങൾ പാല് കുടിച്ച് വയറ് നിറഞ്ഞാൽ പിന്നെന്താ പരിപാടി? എന്താണ് റസാൻ? ഉറങ്ങ അല്ലെ? തീറ്റ, ഉറക്കം അല്ലെ? അതിന്റെ ഇടയ്ക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഉമ്മാന്റെ മേലാണ് പിന്നെ നമ്മളെ ടോയ്ലറ്റ് അല്ലെ? ഉമ്മാന്റെ മേൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക, മൂത്രമൊഴിക്കുക, പാല് കുടിക്കുക, ഉറങ്ങുക. ഇതന്നെ പരിപാടി. ഇതന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വർഷം? 2 വർഷം. 2 വർഷം ബാത്റൂമിൽ പോവില്ല. 2 വർഷം ടോയ്ലറ്റ് എവിടെയാണ്? ആരാണോ എടുക്കുന്നത് അവരുടെ മേലാണ് അല്ലെ? ഉപ്പ വന്നെടുത്ത ഉപ്പയുടെ മേലെ, ഉമ്മക്കാണ് ഉമ്മ. ഇങ്ങനെ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് പിന്നെ
ഖുർആനില് ഉഫ് എന്ന് പറഞ്ഞു, അതായത് ഛെ എന്ന് പറയാൻ പാടില്ല. അതായത് ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് ആരെയാണ്? ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഈ വേൾഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആരോടാണ്? ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ പോയി ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കണ്ട്. ഈ കഥ കേട്ടവരൊക്കെ കൈവക്കും, ഞാൻ പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കേട്ടിട്ടുണ്ടോ ഈ കഥ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സഹാബി ചെന്നിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ? ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യന്? ഈ വേൾഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് എന്ന് ചോദിക്കണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, എന്ത്? ഉമ്മനോട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ചു പോയി. അയാൾക്ക് പിന്നെ ഒരു സംശയം, ഇനി രണ്ടാമത് ആരോടായിരിക്കും? മിക്കവാറും ബാപ്പയായിരിക്കും. ഗസ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കണ്. അപ്പൊ മറുപടി പറയാ എന്താണ്? വീണ്ടും പറയാണ് ഉമ്മാനോട്. പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നു, പിന്നെയും ചോദിക്കണു, അതിലും പറയാണ് ഉമ്മാനോട്. എന്തുകൊണ്ടാണ് ഇത്ര 3 പ്രാവശ്യം സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും ഉപ്പക്ക് കൊടുക്കാതെ ഉമ്മാക്ക് ഇത്ര വലിയ പ്രയോറിറ്റി കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇഷാന്. അമ്മയാണ് നമുക്ക് പാല് തരുന്നതും പിന്നെ നമ്മളെ നല്ലപോലെ നോക്കി വളർത്തുന്നതൊക്കെ അമ്മയാണ്. അതായത് ഇതിൽ 3 സ്റ്റേജ് അവിടെ നടക്കും. ഒന്ന് ഈ വഹനൻ അല വഹൻ ഖുറാൻ പറഞ്ഞ പോലെ വെയിറ്റിന്റെ മേലെ, അത്രയും പ്രയാസത്തിന്റെ മേലെ പ്രയാസം സഹിച്ചിട്ടാണ് പിന്നെ ഉമ്മ എന്ത് ചെയ്യുന്നത്? ഒരു 10 months കൊണ്ടു നടക്കുന്നത്. പിന്നെ ഡെലിവറി ടൈമോ, പ്രസവിക്കുമ്പോ ഉമ്മ കരയോ? വേദന ഉണ്ടാവുമോ? അല്ലെ? അത്രയും പെയിൻഫുൾ ആണ്. പ്രസവ വേദന അത്രയും വേദന ഉള്ളതാണ് അല്ലെ? നിങ്ങൾക്ക് വേദന ഉണ്ടോ? ഇപ്പൊ എന്തെങ്കിലും വേദന ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ? ഇപ്പൊ പെയിൻ ഉള്ളവര് കൈവക്ക്. എന്ത് പെയിനാടാ? ചെവിയാനാവുണ്ട്. ചെവി. എന്തിനാ ചെവി വേദന? അതിക്ക് നീരിറക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചെവി വേദന ഉണ്ട്. വേറെ ആരെങ്കിലും പെയിൻ ഉള്ളവര് കൈബുക്ക്. അയാന് പെയിന്. കാലിന്റെ അടിയിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതിന്റെ ലിഗ്മെന്റ് ചെല്ലിട്ട് എനിക്ക് നടക്കുമ്പോ മടമ്പിന്റെ ആളൊരു വേദനയുണ്ട്. ഓക്കെ, നല്ല ഷിഫയാക്കട്ടെ. നമ്മൾ ഇന്നലെ ദുആ ചെയ്തില്ലേ? മഹ്ഫൂസിന് എന്താ പെയിന്? ഇത്രയും ഫുഡ് കഴിച്ചിട്ട് വയറുവേദന. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തത്. ആരെ പറയുന്നു? ഓവറായിട്ട് തിന്നിട്ടേ. അങ്ങനെ തിന്നണ്ടല്ലോ അല്ലെ? വയറ് നമ്മളുടെ ആണ്. ഓർമ്മ വേണം. ഫുഡ് അവിടെ ഫ്രീ കിട്ടുകയാണെങ്കിലും അല്ലെ? അപ്പോ ഈ പെയിനുകളൊക്കെ ഏറ്റവും, നിങ്ങൾക്ക് ഇപ്പൊ പെയിൻ, എല്ലാവരും ഒരു പെയിൻ ഉണ്ടാക്കി വെറുതെ എവിടെങ്കിലും ഒന്ന് പിച്ച് ചെയ്യാൻ മതി. കൈമല എവിടെങ്കിലും ഒന്ന് പിച്ചിട്ട് ഒരു പെയിൻ ഉണ്ടാക്ക് അല്ലെ? നിങ്ങളൊരു പെയിൻ, നിങ്ങളുടെ ബോഡിയിൽ ഒരു പെയിൻ ഉണ്ടാക്ക്. പെയിൻ അല്ലെ? ക്വസ്റ്റ്യൻ, ഈ ഏറ്റവും കൂടുതൽ ഇതിപ്പോ നിങ്ങളുടെ ഇറച്ചിയിൽ ഇങ്ങനെ പിച്ചുമ്പോഴോ നുള്ളുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും ഇല്ലേ? ഈ പെയിന് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാവുക എപ്പോഴാ? മനസ്സിലായില്ല? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പെയിന്, വേദന ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ വേദന എപ്പോഴാണ് ഉണ്ടാവുക? ആരാ പറയാ? ഏറ്റവും വേദന എങ്ങനെ ഉണ്ടായപ്പോഴാ? ഷസാന്. ഉമ്മ ഗർഭം ധരിക്കുന്നവരാ? അത് ഉമ്മയുടെ പെയിൻ. ഞാൻ നിങ്ങളുടെ പെയിനാ ചോദിച്ചത്. നിങ്ങളുടെ പെയിന്, നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും കൂടുതൽ വേദന എപ്പോഴാ വേദന ഉണ്ടായത്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടായത് എപ്പോഴാണ്? ഷഹനൂന്? ഏന്നോ? ചില കുട്ടികൾ കൈ ഇങ്ങനെ നോക്കുമോ? ഞാൻ മൈക്ക് ഓൺ ആക്കി അങ്ങനെയാണ്. മുനീബ്? മുറിവ് വരുമ്പോ. മുറിവ് വരുമ്പോ. അപ്പം ബ്ലേഡ് എടുത്തോ? എല്ലാരും ബ്ലേഡ് എടുക്ക്. ബ്ലേഡ് എടുക്കല്ലേ? നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യാ ബ്ലേഡ് എടുക്കാൻ പോകുന്നവര്. നിങ്ങൾ ബ്ലേഡ് ഒരു കയ്യിൽ പിടിച്ചില്ലേ? ഒരു 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 ഫിംഗർ ഇങ്ങനെ മുറിച്ചേ അല്ലേ? മുറിച്ചോ? പകുതി മുറിഞ്ഞെന്ന് വിചാരിച്ചോ? ഒരു ഗ്യാപ്പ് ഇവിടെ കറക്റ്റ് ഒന്ന് ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്. വേദന ഉണ്ടാവില്ലേ? നല്ല വേദന ഉണ്ടാവില്ലേ? മുറിവ് വരുമ്പോ നല്ല പെയിൻ ഉണ്ടാവും അല്ലെ? ഇനിയിപ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ ആണിയില്ലേ, നെയില്, ചെറിയ ആണി കാലിൽ കുത്തി കയറുമ്പോഴും നല്ല വേദന ഉണ്ടാവും. ഇതൊക്കെയാണ് പെയിൻ, വേദന അല്ലെ? പക്ഷെ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുന്നത് മുറിവിലല്ല, എല്ലിന് എന്തെങ്കിലും പറ്റുമ്പോഴാണ്. എല്ല് ഫ്രാക്ചർ ആകുമ്പോഴാണ് ശരിക്കും വേദന ഉണ്ടാവുക. അത് പരലോകം കണ്ടുപോയി എന്നൊക്കെ പറയലില്ലേ?
അതുപോലെയാവും. എല്ല് പുറത്ത് വന്നവര് കൈപൊക്ക്. എല്ല് പൊട്ടി നിങ്ങളുടെ എല്ല് നിങ്ങൾ തന്നെ കാണേണ്ടി വന്നവര് ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ മേജർ ഇഞ്ചറി അല്ലേ? മേജർ ഇഞ്ചറി പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആർക്കും എല്ല് പൊട്ടിയവരൊക്കെ കൈപൊക്കിയേ. പ്ലാസ്റ്റർ ഇട്ട് കിടന്നവര് ഉണ്ടാവുമല്ലോ എല്ലാരും. എല്ല് പൊട്ടിയവരൊക്കെ അങ്ങനെ കൈ കാണിച്ചേ. ആ ഇവിടെ ഉണ്ട്. ഏതൊക്കെ എല്ലാ പറഞ്ഞേ? റസാൻ ഏതെല്ലാം പൊട്ടിയത്? കാലിന്റെ വിരലിന്റെ അടുത്തൊരു ജോയിന്റ്. ആ ജോയിന്റ്. അപ്പൊ ഈ ജോയിന്റ് തെറ്റാന്നുള്ളത് ഒരു സംഗതിയാണ്. ജോയിന്റ് തെറ്റാ. ജോയിന്റ് തെറ്റുന്ന പോലെയല്ല പൊട്ടുന്നത്. പൊട്ടുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടലുണ്ടായാല് നമ്മൾ മാസങ്ങളോളം കിടക്കേണ്ടി വരും. അങ്ങനെ കിടന്ന ആരെങ്കിലും ഉണ്ടോ? മാസങ്ങളോളം കിടന്നവരുണ്ടോ? 1 month 2 month 3 month കിടന്ന ആരാ ഉള്ളത്? ഹസൻ കിടന്നാ? ഓ എന്തിനാ കിടന്നേ? മതിൽമേല് നിന്നെ വന്ന് ഇടിച്ചതാണോ? നീ പോയി മതിലിന് ഇടിച്ചതാണോ? ഞാൻ ഓരോ നേരം മതിൽ നീ പോയിട്ട് മതിലിന് ഇടിച്ചല്ലേ? എന്താ MDMA കഴിച്ചിരുന്നോ? ഏ? MDMA അറിയില്ല? ഇല്ല. ഒരു നോർമലി നിൽക്കുന്ന ഒരു മതിൽമേല് നീ ഒറ്റയ്ക്ക് പോയിട്ട് ഇടിച്ചെന്നാ പറഞ്ഞത്. അതെന്താ കാരണം? ആ ഓടിക്കളിച്ചതാണ്. ഓടിക്കളിക്കും പോയിട്ട്. എന്നിട്ട് തലക്കാണോ പറ്റിയത്? എവിടെ പറ്റിയത്? കൈ പോയിട്ട് ഇങ്ങനെ കുത്തിയതാ? എന്നിട്ട് എന്താ പൊട്ടിയാ? എന്നിട്ട് കുറെ ദിവസം അവിടെ കിടന്നു ഹോസ്പിറ്റലില് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ട് ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ. ഒരു ബോധം ഉണ്ടാവില്ല. ഇന്നലെ ഉണ്ട് കാണാൻ പറ്റില്ല. ഒരാൾ ഈ കുപ്പി പൊട്ടിച്ച് നിങ്ങൾ എത്ര പേര് കണ്ടല്ലോ? കഴുത്ത് ഇങ്ങനെ അറക്കുക ഒരുത്താൻ. എന്നിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ചീറ്റുക. അതൊക്കെ ബോധമില്ല. ലഹരിയാണ്. ലഹരി ഡ്രഗ്സിൽ പെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നോക്ക് നിങ്ങള് പിന്നെ ഈ എല്ല് പൊട്ടി കിടന്നിട്ടുള്ളവരുടെ പെയിൻ ആലോചിച്ച് പല്ലുവേദന വന്നവർ കൈവെക്ക്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പല്ലുവേദന. നല്ല വേദന അല്ലേ? റൂട്ട് കനാലൊക്കെ ചെയ്യുക, അല്ലെ പല്ല് പറിച്ച് കിടക്കുക ഒക്കെ നല്ല പെയിൻ അല്ലെ? സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടാവും. ഈ പെയിനിന്റെ ബോഡി മൊത്തം ഒരേ സമയം പെയിൻ ഉണ്ടാവും. ഈ ഏറ്റവും പെയിന് ഹാൻഡ്സ് ഡൗൺ ഈ ഡെലിവറി സമയത്താണ് ഇത്രയും നല്ല വേദന ഉണ്ടാവുന്നത്. അപ്പോൾ ഉമ്മ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ സമയത്തെ വേദന, പിന്നെ അത് കഴിഞ്ഞ് ആ വേദന കഴിഞ്ഞ ഉടനെ പിന്നെ ഉമ്മാന്റെ പാല് കുടിക്കുകയാണ്. ഉമ്മക്ക് ആ വേദന മാറിയിട്ടില്ല, അപ്പോഴത്തേക്ക് ഉമ്മാന്റെ പാല് കുടിക്കണം ഈ കുട്ടി അല്ലെ? അങ്ങനെ പിന്നെ 2 years കണ്ടിന്യൂസ് ആയിട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. രാത്രി കുട്ടി ഉറങ്ങോ? നിങ്ങൾ രാത്രി ഉറങ്ങോ ചെറുപ്പത്തില്? ഇല്ല. രാത്രി ഉറങ്ങാതെ രാത്രി മുഴുവനും ഒന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ പിന്നെ കരച്ചിലായിരിക്കും. അപ്പം പാരന്റ്സിന് ഉറങ്ങാൻ കഴിയില്ല. പാരന്റ്സിന് ഇപ്പോൾ ഉപ്പൊക്കെ പ്രത്യേകിച്ച് ഡ്യൂട്ടിക്ക് പോകേണ്ടിണ്ടാവും. അപ്പോൾ അവര് ആകെ ബുദ്ധിമുട്ടിലാവും. അപ്പൊ ഇങ്ങനെ കുറെ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് സ്റ്റിൽ അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പാരന്റ്സിന് പ്രയാസമുണ്ടോ? ഇപ്പൊ സ്റ്റിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പാരന്റ്സിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളവർ ഇങ്ങനെ കൈ കാണിച്ചേ. നിങ്ങളുടെ വിശ്വാസം. നിങ്ങളെ പാരന്റ്സിന് ഇപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങൾ ഒരു പേപ്പറും പെന്നും എടുത്ത് ഓടിക്കോ. ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് വാ. ആദ്യം എടുത്തു വരാം നോക്ക്. ലാസ്റ്റ് എടുത്തു വരാം നോക്ക്. പേപ്പറും പെന്നും പെൻസിലും പെന്നും ആയാലും മതി. എടുത്തവര് നമ്പർ ഇട്ടേ. 1 2 3 താഴോട്ട്. 1 2 3. എടുക്കാത്തവരാരും ഇല്ല. എല്ലാരും എടുക്ക. ഓടിക്കോ. വേഗം പോയി എടുത്തിട്ട് വാ. മൊബൈൽ അവിടെ നിന്നോട്ടെ. നമ്പർ ഇട്ടാ? നമ്പർ ഇട്ട് കഴിഞ്ഞ ഒരു കൈബുക്ക്. വാ, വെരി ഗുഡ്. നമ്പർ ഇടാത്തവർ കൈബുക്ക്. 1 2 3 നമ്പർ ഇടാനാ പറഞ്ഞത്. താഴോട്ട് 1 2 3 നമ്പർ ഇട്ടാ? ഉമ്മാക്കോ ഉപ്പാക്കോ കൊണ്ടുകൊടുക്കുന്നിട്ട് പറയാം 3 പ്രോബ്ലംസ് ചെയ്താൻ പറ. നിങ്ങളെ കൊണ്ടുള്ള 3 ശല്യങ്ങൾ എഴുതിയിട്ട് വരാൻ പറ. വേഗം ചെല്ല്. ഓടിക്കോ. ഇപ്പൊ എന്നെ കൊണ്ടുള്ള 3 ഇടങ്ങേറ്, 3 ബുദ്ധിമുട്ട്, 3 പ്രശ്നം. വേഗം വാ ചെല്ല്. ഇവിടെ വീഡിയോയിൽ ആരും വേണ്ട. എല്ലാരും പേപ്പർ ആയിട്ട് ഓടിക്കോ. ഹസൻ ചെല്ല്. ഉമ്മാക്ക് കൊണ്ടുകൊടുക്കല്ലേ ഉപ്പാക്ക് കൊണ്ടുകൊടുക്കും. ഷഹനൂൻ പോ. ഗോ. പേപ്പർ പെണ്ണെടുത്തിട്ട് പോ. ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എഴുതി തരാൻ പറ. നിങ്ങളെ പറ്റി 3 മെയിൻ കംപ്ലൈന്റ്സ്
നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ജബിൻ പോയിട്ടില്ലല്ലോ. അഷ്ഫാഖ്, അഷ്ഫാൻ, റുവ എഴുതിയിട്ട് വാ. സയാൻ, റസാൻ, ചെല്ല്. ഹിബ പേപ്പർ കൊടുത്താ? കംപ്ലൈൻസ് കിട്ടിയവര് തിരിച്ചു വാട്ടാ. മെയിൻ കംപ്ലൈൻസ് 3 എണ്ണം. ജവർ കിട്ടിയാ? എന്റെ കിട്ടിയാ? വായിക്ക്. സ്കൂളത്തെ പഠിക്കുന്നില്ല. സ്കൂളിലത്തത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് നിന്റെ മെയിൻ കംപ്ലൈന്റ് അല്ലേ? ഓക്കെ. അത് തീരെ പഠിക്കുന്നില്ല എന്നാണോ അല്ലെങ്കിൽ പഠിക്കുന്നതില് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണോ? തീരെ പഠിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിലും മൊട്ടയാണോ? 0 മാർക്ക് വാങ്ങി വരികയാണോ? അതല്ല. അപ്പൊ പഠിക്കുന്നുണ്ട്, പക്ഷെ പിടിപ്പ് പോരാ. അവർ എക്സ്പെക്ട് ചെയ്യുന്നത്ര നീ പഠിക്കുന്നില്ല അങ്ങനെ. അല്ലെ? അതായത് നിനക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, പാരന്റ്സ് സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ. എത്ര മാർക്ക് കിട്ടിയാലാണ് സാറ്റിസ്ഫൈഡ് ആവുക? ഒരു 50 മാർക്ക്. അപ്പൊ 50% പോലും മാർക്ക് ഇല്ലെന്നാ? എത്ര പെർസെന്റേജ് പറ? എനിക്ക് ഒരു 40, 33 ആ റേഞ്ച്. പെർസെന്റേജ് പറ. പെർസെന്റേജ് പറഞ്ഞാൽ അറിയില്ലേ? 50-ൽ 50% എത്ര മാർക്കാണ്? ഒരു 70%. 70% കിട്ടിയിട്ട് പോരാ? ഇല്ല. ഓ, നിനക്ക് പറ്റാത്തോണ്ടാണോ നീ മടിയായിട്ടാണോ? ചിലപ്പോ പറ്റും, ചിലപ്പോ പറ്റൂല. ശരി. ഓക്കെ. കംപ്ലൈന്റ് കിട്ടിയാരാ പിന്നെ? കംപ്ലൈന്റ് കിട്ടിയത് നാസിൻ. പറയാ, എന്താ കിട്ടിയേ? ഡ്രസ് വലിച്ചു വാരി ഇടുന്നത്. അത് കോമൺ ആയിട്ടൊരു സംഗതിയാണ്. ഡ്രസ്സ് വലിച്ചു വാരി ഇടുന്നവരൊക്കെ കൈപ്പൊക്ക്. ഡ്രസ്സ് വലിച്ചു വാരിയിടുന്നതല്ല, ഈ ഡ്രസ്സ് അയച്ചിടുമ്പോ ഇങ്ങനെ വലിച്ചെറിയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കറക്കൊക്കെ എറിയ, എന്നിട്ട് ഉമ്മ അവിടെ പോയി എടുത്തുകൊണ്ട് വരണോ? ഡ്രസ്സ് ഊരിയിട്ടേ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിലത്തിട്ടാലും കുഴപ്പമില്ല, വലിച്ചെറിയ. ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സോക്സ് ഒക്കെ ഊരി, ഷൂ ഒക്കെ ഒരു മൂലയ്ക്ക് ഒന്ന് വലിച്ചെറിയ. സോക്സ് ഇങ്ങനെ കറക്കി അങ്ങോട്ടൊന്ന്, ഇങ്ങനെ ഇങ്ങോട്ടൊന്ന്, ഷർട്ട് അയച്ച് അപ്പുറത്തേക്ക്, ഇങ്ങനെയൊക്കെ ഇടുന്നവരുണ്ട്. എന്നിട്ട് അതൊക്കെ അമ്മ ഇങ്ങനെ പെറുക്കി മാവിൻ്റെ തൊട്ടുനിന്ന് മാങ്ങ പെറുക്കുന്ന മാതിരി പെറുക്കി എടുക്കണം എല്ലാം അല്ലെ? ഈ ഒരു അവസ്ഥ ഉണ്ട്. അതൊരു കംപ്ലൈന്റ് ആണ്. റൈറ്റ്. റസാൻ കിട്ടിയാ? കംപ്ലൈന്റ് കിട്ടിയാ? എന്താ? രാവിലെ എണീക്കാൻ മടിയാണ്. രാവിലെ എണീക്കാൻ മടി. രാവിലെ എണീക്കാൻ മടിന്റെ നമുക്ക് പ്രോബ്ലംസിന്റെ ഇതിന്റെ സൊല്യൂഷൻ നാളെ നമുക്ക് പറയാം. നമ്മൾ പ്രോബ്ലംസ് മാത്രം ഓരോരുത്തർ ഒന്ന് കേൾക്കാം. നാളെ സൊല്യൂഷൻ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ. ഫസ്ലുർ റഹ്മാൻ. സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല. അതെങ്ങനെയാടാ? ബാങ്ക് കൊടുക്കുമ്പോ നീ കറക്റ്റ് ഫുഡിന് എത്തണില്ലേ? മരിബാങ്ക് കൊടുക്കുമ്പോ? നോമ്പ് തുറക്കുമ്പോ നീ അതന്നെ അതിന്റെ പരിഹാരം. പട്ടിണി കണ്ടിട്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ടൈമിന് വന്ന് തിന്നോളും അല്ലെ? ഷെസാനെ, സോഷ്യലൈസിംഗ് പ്രോബ്ലം. എന്താ പ്രശ്നം? സോഷ്യലൈസിംഗ് പ്രോബ്ലം ചെറുതേരം. സോഷ്യലൈസിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അത് ആൾക്കാരുടെ അടുത്ത് അങ്ങനെ മിണ്ടൂല. മിണ്ടൂലാന്ന്. ഓക്കെ. അത് പിന്നെ കുട്ടികൾ എല്ലാവരും പോലെ ഒരുപോലെ ഒന്നും ആവില്ലല്ലോ അല്ലെ? ചിലര് സൈലന്റ് ആയിരിക്കും, ചിലര് ഭയങ്കര വർത്താനായിരിക്കും. ജാൻ. ദേഷ്യം പിടിക്കുക. തൊട്ടേനും പിടിച്ചതിനൊക്കെ മൂക്കിന്റെ അറ്റത്താണ് ദേഷ്യം. മിൻഷ മറിയം. അതാ, നീ എന്തിനാ മൈക്ക് ഓഫ് ചെയ്യുന്നേ? ഞാൻ ഓൺ ചെയ്യുന്നില്ലേ? മിൻഷ എന്താണ്? കറക്റ്റ് നമസ്കരിക്കാറില്ല. തോന്നുമ്പോ ചൊല്ലിയാണ്. അങ്ങനെയാണ്. തോന്നുമ്പോ ചൊല്ലി, തോന്നുമ്പോ നിസ്കരിക്കും, തോന്നുമ്പോ നിസ്കരിക്കൂല. മിയാസ്, നാളെ നമുക്ക് സൊല്യൂഷൻ നാളെ പറയാം. എന്താടാ മിയാസെ? പറഞ്ഞാ കേൾക്കൂല. പറഞ്ഞാ അനുസരിക്കായികയാണ് കേട്ടോ, കേൾക്കായികയല്ല. ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. ജന്ന. പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഭയങ്കര ദേഷ്യാണ് അല്ലെ? അപ്പം ജാനും ജന്നയും ജയ വരുന്നതൊക്കെ ദേഷ്യക്കാരാന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഷഹ്നൂൻ. വാശി, ഭയങ്കര വാശിക്കാരനാണ് അല്ലെ? അഷ്ഫാഖ്. അടിപിടി. അഷ്ഫാഖും അഷ്ഫാനും അവര് ട്വിൻസ് ആണ്. ഡെയിലി പൊരിഞ്ഞ അടി പൊരല്. ദിയ.
എണീക്കാൻ മടി. രാവിലെ എണീക്കണമെങ്കിൽ വലിയൊരു യുദ്ധം തന്നെ നടത്തേണ്ടി വരും. മൻഹ, സാധനങ്ങൾ അടുക്കി വെക്കും. ആ ഒരു തരത്തിലുള്ള ഒരു നീറ്റ്നെസ് ഇല്ല. എല്ലാം എന്താ യുദ്ധം കഴിഞ്ഞ എന്തെന്ന് പറയലുണ്ട്, അതുപോലെ വാരി വലിച്ചിടുക. ഹസൻ, അനുസരിക്കില്ല. അനുസരണ ഇല്ല, അനുസരണ ഇല്ല. ഷാമിൽ, അനിയനെ ഞാനും തല്ലിടല്. ഡെയിലി ഫൈറ്റ്. സിബ്ലിങ്സ് തമ്മിൽ ഫൈറ്റ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും വലിയ ഹെഡേക്ക് ആണ്. വേറൊന്നും പറഞ്ഞില്ലേ. മിൻഹ, എല്ലാവർക്കും അധികം ഉണ്ടാത്തത്, എല്ലാവർക്കും അധികം സംസാരിക്കാൻ. നീ എല്ലാം ഇവിടെ കൂളായിട്ട് 10-60 പേരുടെ മുമ്പിൽ കൂളായി സംസാരിക്കണ്. ആ ഇഷാൻ, അനിയനുമായി എപ്പോഴും അടി. ആ നീ എന്നെ പറയാ, ഞാനും എൻ്റെ അനിയൻ തമ്മിൽ ഫുൾ ടൈം അടി. ഹംദാൻ, ഒതുങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കടാ ഹംദാനെ എന്നായിരിക്കും ഉമ്മ എന്നും പറയുന്ന സെയിം ഡയലോഗ്. ഇഷാൻ, എപ്പോഴും ഗെയിം കളിക്കും. ഏത് ഗെയിം കളിക്കല്? മൈൻക്രാഫ്റ്റ് കളിക്കും, GTA കളിക്കും, റോബ്ലോക്സ് കളിക്കും, ഏതാ കളിക്കാത്തതെന്ന് ചോദിക്കായിരിക്കും നല്ലത് എന്നോട് അല്ലേ? എല്ലാം കളിക്കും എന്നുള്ളതാണ്. ഓക്കെ സേറ, സൈന പഠിക്കുന്നില്ല, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. സേറ അല്ലെ, അനിയത്തിക്കാണ് കംപ്ലൈന്റ്. ഓക്കെ ആഫിയ, ദേഷ്യം. ഇനി ആരെങ്കിലും ഉണ്ടോ കംപ്ലൈന്റ് കിട്ടിയവര്? സയ്യാൻ, ഖുർആൻ ഓതുന്നില്ല. ഖുർആൻ ഓതുന്നില്ല. ഇങ്ങനെ കൈ കാണിച്ചാൽ മതി കംപ്ലൈന്റ് ഉള്ളവര്. ഹന്ന, അനിയനേച്ച് തല്ലൂടും. തല്ലൂടുക. അമ്മാർ, എത്ര വിളിച്ചാലും നീക്കൂല. രാവിലെ എത്ര വിളിച്ചാലും എണീക്കൂല. ഓക്കെ റാസി, ഫോൺ എടുത്തൂല. ഫോൺ എടുത്ത് വെക്കൂല പറഞ്ഞാൽ ഫോണിൽ കളിക്കുക, ഗെയിം കളിക്കുക, യൂട്യൂബ് കാണുക, ഇങ്ങനെ ഫോണിൽ തന്നെ കളി അല്ലേ? ഓക്കെ. പിന്നെ മഫൂസ്, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂലേ. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ സൊല്യൂഷൻ നാളെ ഇൻഷാല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ എൻഡ് ചെയ്യാണ്. ഇതുവരെയുള്ള എല്ലാ നോമ്പും നോറ്റില്ലേ? എല്ലാ തറാവീഹ് നിസ്കാരം എല്ലാം നിസ്കരിച്ചു. ഖുർആൻ ജുസ് ആയവര് കൈപ്പൊക്ക്. ജുസ് ആയവര്, ഏതെങ്കിലും ഒരു ജുസ് എങ്കിലും തീർത്തവര്, 20 പേജെങ്കിലും ഓതി തീർത്തവര്. ഓക്കെ മാഷാ അല്ലാ, ഗുഡ്. ഓക്കെ ഗുഡ്. എന്തെങ്കിലും സ്വതക്ക ചെയ്തവര്, എന്തെങ്കിലും നല്ല കാര്യം ചെയ്തവര്? നല്ല കാര്യം. ആഫി എന്താ ചെയ്ത്? എന്റെ ഉമ്മാക്ക് പൈസ കൊടുത്തു. ഉമ്മാക്ക് പൈസ കൊടുത്തേ? അപ്പൊ നിനക്ക് എവിടുന്ന പൈസ കിട്ടിയേ? അത് എന്റെ ഓരോരുത്തർ വന്ന് പോകുമ്പോഴത്തേക്ക് തരുന്ന പൈസ. ഓരോരുത്തർ വരുന്നതിന് പൈസ ഒക്കെ അവിടെ ഉമ്മക്ക് കൊടുത്ത് ദാനം ചെയ്ത്. ഓക്കെ ശരി. മഹ്ഫൂസ് എന്താ നല്ല കാര്യം ചെയ്ത്? ഏത് ദിവസത്തെയാ? ഏതായാലും കുഴപ്പമില്ല, ഈ റമദാൻ തുടങ്ങിയ ശേഷം. ലാസ്റ്റ് റമദാനിന് ഒരു പാവങ്ങൾക്ക് ഒരു പൈസ കൊടുത്തു. സദഖ ചെയ്തു, ക്യാഷ് കൊടുത്തു. പിന്നെ നല്ല കാര്യം ചെയ്ത ആരെങ്കിലും? ഷാമില്, ഉപ്പാക്ക് വല്യപ്പാക്ക് എന്താണ് സിമന്റ് അങ്ങോട്ട് തറവാട്ടേക്ക് കൊണ്ടുപോകണ്ടായിന്, അത് കൊണ്ടുപോയി വെച്ചു. ഒരു സിമെന്റ് അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്ത്. ഓക്കെ. ഷഹനൂന്? ഞാൻ പള്ളിയുള്ള ഒരാൾക്ക് പൈസ കൊടുത്തു. പള്ളിയുള്ള പൈസ കൊടുത്ത്. ഹസൻ? ഉമ്മാനെ സഹായിച്ചു അല്ലെ? വീട്ടിൽ ഉമ്മാനെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോ അല്ലെ, ഇഫ്താറിന്റെ ടൈമിൽ സഹായിച്ച്. റസാനെ? ഉമ്മാനെ സഹായിച്ചു. ഓക്കെ. റിസ്വാനെ? ഉമ്മാനെ സഹായിച്ചു. ഓക്കെ. ഉമ്മാനെ സഹായിച്ചവരൊക്കെ കൈബുക്ക്. ഈ റമദാനിൽ എന്തായാലും ഉണ്ടാവും ഫ്രൂട്ട് കട്ട് ചെയ്യാൻ എന്തെങ്കിലും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നവരൊക്കെ കൈബുക്ക്. സ്വന്തം തിന്ന പ്ലേറ്റ് കഴുകി വെക്കുക, അത് തന്നെ വലിയൊരു സഹായമാണ് കേട്ടോ. തിന്ന പ്ലേറ്റും ഗ്ലാസ്സും ഒന്ന് നമ്മുടെ വേസ്റ്റ് അല്ല, നമ്മുടെ ആക്ച്വലി പാരന്റ്സിനെ കൊണ്ട് കഴിപ്പിക്കണ്ട, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല കാര്യമാണ് അല്ലെ? സ്വന്തം കാര്യം. ഓക്കെ, നല്ല കാര്യമാണ്. ഓക്കെ ഗുഡ്. ഓക്കെ നേരെ ഇരുന്നേ.
നേരെ ഇരുന്ന് ദുആ ചെയ്യാം. നാളെ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ സൊല്യൂഷനിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, എന്തിനാണ് റമദാൻ? തഖ്വ ഉണ്ടാവാൻ അല്ലേ? എന്താണ് തഖ്വ? എന്താണ് തഖ്വ? തഖ്വ ഉണ്ടാവാനാണ് റമദാൻ. പക്ഷെ എന്താണ് തഖ്വ? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം ഇൻഷാ അല്ലാഹ്. നമുക്ക് മറ്റു ദിവസങ്ങളിൽ പറയാം. അള്ളാഹുവേ, ഞങ്ങൾ നല്ല മനുഷ്യരാക്കണേ അല്ലാ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്വഭാവമുള്ളവരാക്കണേ അല്ല. ഇങ്ങനെ കൈവച്ച് എന്നാലേ ദുആ ചെയ്യുള്ളൂ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇങ്ങനെ കൈവെക്കുക. അള്ളാഹുവേ, ഞങ്ങൾ നല്ല മനുഷ്യരാക്കണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളുടെ സ്വഭാവം കൂടുതൽ നന്നാക്കി തരണേ അല്ല. അള്ളാഹുവെ, ഞങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരുത്തല്ലേ അല്ല. ഞങ്ങൾക്ക് നല്ല ഹെൽത്ത് തരണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, അനിയന്മാര്, താത്ത, അല്ലെ, ജ്യേഷ്ഠാനുജന്മാര്, അവർക്കൊക്കെ അവരും ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാക്കി തരണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ വരുത്തണേ അല്ല. അവർക്കും നല്ല ഹെൽത്ത് കൊടുക്കണേ അല്ല. അവർക്കും നല്ല സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ല. അള്ളാഹു ഞങ്ങളുടെ നൈബേഴ്സ്, അയൽവാസികൾ, നാട്ടുകാരെല്ലാവരെയും എല്ലാവർക്കും നല്ലത് വരുത്തണേ അല്ല. അള്ളാഹു ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹു ഈ നാട്ടിലുള്ള തെറ്റായ കാര്യങ്ങൾ, ലഹരിക്ക് അടിപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ സാമൂഹ്യ തിന്മകളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട്. പിന്നെ മുസ്ലിംസ് തന്നെ ഒരുപാട് ഡ്രഗ്സിലൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേരുകൾ പണ്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ, അതിന്നൊക്കെ മാറി അവർക്കൊക്കെ യഥാർത്ഥ മുസ്ലിമായിട്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ല. ഞങ്ങളൊന്നും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കല്ലേ അല്ല. അള്ളാഹുവെ, നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് വാങ്ങാനും നല്ല ലൈഫ് ഞങ്ങൾക്ക് നൽകണേ അല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വബറകാതുഹു.